പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോടുകൂടി ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെരോദസിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവന്നായും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ വചനഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് യേശുവിനെ അനുഗമിച്ച സ്ത്രീകളും ഉണ്ടായിരുന്നു. സുവിശേഷ പ്രസംഗത്തിന് സ്ത്രീകളുടെ പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വചനം വായിക്കാം, വിചിന്തനം ചെയ്യാം, അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം. നമ്മുടേതായിട്ടുള്ള ചെറുതോ വലിയോ രീതിയിൽ നമ്മൾക്ക് വചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം. നമ്മുടെ ജീവിത സാക്ഷ്യം തന്നെ വലിയൊരു സാക്ഷ്യം ആയിരിക്കും, വചനപ്രഘോഷണമായിരിക്കും. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളൊക്കെയും ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾക്ക് ജീവിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.